ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ GST എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളിപ്പോൾ അതിൻ്റെ റിവിഷൻ ക്ലാസ്സസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നമ്മുടെ തേർഡ് മോഡ്യൂളിൽ യൂണിറ്റ് 3 ആണ്, ലാസ്റ്റ് യൂണിറ്റ് ആണിത്. ഓക്കെ, അപ്പോൾ അതിൽ ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ അണ്ടർ GST എന്നുള്ളതാണ് യൂണിറ്റിൻ്റെ പേര്. ഓക്കെ, തേർഡ് യൂണിറ്റ് ആണിത്. അപ്പോൾ അതിൽ നമ്മുടെ സപ്ലൈ, അതായത് ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് സപ്ലൈയിലാണ് എന്ത് നടക്കുക, GST ഈടാക്കുക. അപ്പോൾ അതിൻ്റെ സമയവും കാലവും സ്ഥലവും, ടൈം ആൻഡ് പ്ലേസ്, അതിനെക്കുറിച്ചിട്ടാണ്. ഇൻ കേസ് ഓഫ് ഏർലിയർ ഇൻഡയറക്റ്റ് ടാക്സ് റെജീം, സ്റ്റേറ്റ് ഇമ്പോസ്ഡ് വാറ്റ് ഓൺ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് ആൻഡ് റിട്ടേൺ സെൻട്രൽ സെയിൽസ് ടാക്സ് ഓൺ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ്. അതായത് GST വരുന്നതിന് മുൻപ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ പറയുന്ന വിൽക്കലും വാങ്ങലും ആണെങ്കിൽ, ഒരു സ്റ്റേറ്റ് കേരളത്തിനുള്ളിലാണ് വിൽക്കലും വാങ്ങലും നടക്കുന്നതെങ്കിൽ വാറ്റാണ് വരിക. സെൻട്രൽ സെയിൽസ് ടാക്സ് വരെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണ് ഈ രണ്ട് പേര്, അതായത് വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും രണ്ട് സ്റ്റേറ്റുകളാണ് നിൽക്കുന്നതെങ്കിൽ സെൻട്രൽ സെയിൽസ് ടാക്സ് ആയിരുന്നു വരിക. പിന്നെ GST വന്നപ്പോൾ എന്താണ്, അത് ഈ പറയുന്ന GSTയിലേക്ക് മാറുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ സപ്ലൈ എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. സപ്ലൈ ഈസ് സെറ്റ് ടു ഇൻക്ലൂഡ് സർട്ടൻ ട്രാൻസാക്ഷൻ ലൈക്ക് സെയിൽസ്, ട്രാൻസ്ഫർ, ബാർട്ടർ എക്സെട്ര made or agreed to be made for a consideration by a person of the course in the furtherance of business. ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്താ സെയിൽസോ ട്രാൻസ്ഫറോ ബാർട്ടറോ ചെയ്യുന്നതിൻ്റെ പേരാണ് സപ്ലൈ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. സപ്ലൈ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ദ എക്സ്പ്രഷൻ സപ്ലൈ ഇൻക്ലൂഡ്, സപ്ലൈ എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെയാണ് വരുന്നത്, ഓൾ ഫോംസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് സച്ച് ആസ് സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെൻ്റൽ, ലീസ് ഓർ ഡിസ്പോസൽ. അപ്പോൾ റെൻ്റിന് കൊടുക്കണമെന്നാണ് സപ്ലൈ ആയിട്ട് വരും, അതുകൊണ്ട് അതിന് GST വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതാണ് ഹോട്ടൽ മുറിയൊക്കെ എടുക്കുമ്പോൾ അതിന് GST വരുന്നുണ്ട്. അപ്പോൾ ഹോട്ടൽ മുറി റെൻറ്റിനാണല്ലോ കിട്ടുന്നത് നമുക്ക്, അപ്പോൾ എന്താണ് GST. ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ ബൈ എ പേഴ്സൺ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഇനി എന്താണ്, ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ട്. അത് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം പൈസ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ബദലായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നതിൻ്റെ പേരാണ് കൺസിഡറേഷൻ എന്ന് പറയാം. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനെന്തെങ്കിലും കൺസിഡറേഷൻ കൊടുക്കുന്നതിന് എന്താണ്, അത് സപ്ലൈ ആയിട്ടാണ് പരിഗണിക്കുക. ഓർ നോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ദ ആക്ടിവിറ്റി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1. അപ്പോൾ ഇതുവരെ മാർക്ക് ചെയ്താൽ മതിയെ, ഇതിനിങ്ങോട്ട് എഴുതേണ്ട കാര്യമില്ല. ദ ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ് ആസ് റെഫേർഡ് ടു ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 പറഞ്ഞ കാര്യങ്ങളും സപ്ലൈ ചെയ്യുകയാണെങ്കിലും സപ്ലൈ ഉണ്ടല്ല വരാം. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താണ്, ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 3. D കഴിഞ്ഞിട്ട് E ആണ്, വീണ്ടും പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെന്താണ്, സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻ. F എന്നാണ്, സച്ച് ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി. അതും മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ എന്താ സപ്ലൈ എന്ന് ചോദിച്ചിട്ട് 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതുക. അതിൻ്റെ കൂടെ എന്താണ്, ഈ ടേമിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു 5 പോയിന്റുകൾ എഴുതി വെക്കുക. പിന്നെന്താണ്, ദ സബ്ജക്റ്റ് ടു പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 1 and 2. അതിലെന്താണ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആസ് നോട്ട് ആസ് സപ്ലൈ ഓഫ് സർവീസ്, സപ്ലൈ ഓഫ് സർവീസ് നോട്ട് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. അത് രണ്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി എലമെൻറ്റ്സ് എന്താണ്, സപ്ലൈക്ക് വേണ്ട ബേസിക് എലമെൻറ്റ്സ് എന്താണ്, ഒരു കൺസിഡറേഷൻ വേണം. സപ്ലൈ ഈസ് ഡൺ ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കണം സപ്ലൈ നടന്നത്. അതിനൊരു കൺസിഡറേഷനും വേണം. അതായത് നമ്മൾ സാധനം കൊടുക്കുമ്പോൾ അതിന് ബദലായിട്ട് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടണം എന്നുള്ളതാണ്. അതിന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആനന്ദ് ബൈസ് എ സ്റ്റീൽ ടേബിൾ ഫോർ ₹12,000 ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ആൻഡ് സെൽസ് ഇറ്റ് ഓഫ് ആഫ്റ്റർ 10 months of use of a dealer. This is not considered as supply under CGST as it is not done by Anand for the furtherance of business. ആനന്ദ് ഓൾറെഡി GST കൊടുത്തിട്ടാണ് ടേബിൾ വാങ്ങിയത്. അപ്പോൾ ഒരു 10 മാസം യൂസ് ചെയ്തപ്പോൾ ആനന്ദ് ചെയ്തു, അത് നമ്മൾ സെക്കൻഡ് ഹാൻഡിന് കൊടുത്തു. അപ്പോൾ എന്താണ്, അതിന് പിന്നെ GST വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനെ സപ്ലൈ ആയിട്ട് കൂട്ടൂല. പിന്നെ ബാനു പ്രൊവൈഡ്സ് ഫ്രീ കോച്ചിങ് ടു നെയ്ബറിംഗ് സ്റ്റുഡൻസ് ആസ് എ ഹോബി. അതും എന്തല്ല, ഫ്രീ ഇതല്ല, സപ്ലൈ അല്ല. ഇനി പലതരത്തിലുള്ള സപ്ലൈ ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. അതായത് ഇൻട്രാ സ്റ്റേറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് വെയർ ദ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ആൻഡ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആർ ഇൻ ദ സെയിം സ്റ്റേറ്റ്. ഒരേ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരേ യൂണിയൻ ടെറിട്ടറിയാണ് സപ്ലൈ നടക്കുന്നതെങ്കിൽ, ഗുഡ്സ് വാങ്ങലും വിൽക്കലും നടക്കുന്നതെങ്കിൽ അത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നാണ്, വെയർ ദ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ ഇസ് ഇൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓർ വെയർ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഇസ് ഇൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. അതായത് ഒരു കപ്പൽ നമ്മുടെ എന്താണ് ഇന്ത്യൻ ടെറിട്ടറി ഉണ്ടല്ലോ, അപ്പോൾ ഇന്ത്യക്ക് സമുദ്രാതിർത്തി ഉണ്ടല്ലോ, ആ അതിർത്തിയുടെ ഉള്ളിൽ നിന്നാണ് കപ്പലിൽ നിന്നൊക്കെ സാധനം നമ്മൾ സപ്ലൈ ചെയ്യുക. ഇമ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക. ചിലപ്പോൾ എന്താണ്, എല്ലാം ഇങ്ങോട്ട് അടുക്കില്ല, എല്ലാം ചിലപ്പോൾ നമ്മുടെ ഈ ഷിപ്പ് യാർഡിലേക്ക് അടുക്കില്ല. ഷിപ്പ് യാർഡിലേക്ക് അടുക്കാൻ നല്ലൊരു പൈസ കെട്ടി വെക്കണം കപ്പലുകൾ. അതുകൊണ്ട് ചിലതൊക്കെ എന്താണ്, അത് ഈ നമ്മുടെ കടലിൽ തന്നെ വെച്ച് അവിടേക്ക് ബോട്ട് എടുത്ത് പോയിട്ട് സാധനം ഇറക്കി കൊണ്ടുവരും.
അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോഴും എന്താണ് ടെറിട്ടോറിയൽ വാട്ടറിൽ വരുമ്പോഴും സപ്ലൈ ആണ്. പിന്നെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. 2 സ്റ്റേറ്റുകൾ തമ്മിലോ 2 യൂണിയൻ ടെറിട്ടറി തമ്മിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോ ഇപ്പോൾ കേരളത്തിൽ സാധനം മാഹിയിലേക്ക് അയക്കുമ്പോൾ എന്താണ് അത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. മാഹി വെച്ചാൽ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് സെക്ഷൻ 8 പറഞ്ഞത്, ഇത് സെക്ഷൻ 7 പറഞ്ഞത്. ഓക്കെ, അത് ബേസ്ഡ് ഓൺ ലൊക്കേഷനിൽ 3 തരത്തിലാണ് സപ്ലൈ വന്നിരിക്കുന്നത്. ഇനി ബേസ്ഡ് ഓൺ കോമ്പിനേഷനിൽ പറയുകയാണെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈ ഉണ്ട്. അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ എന്നുള്ളത് പ്രത്യേകം തന്നെ പഠിച്ചു വെക്കുക. ഇറ്റ് മീൻസ് എ സപ്ലൈ മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ടു എ റെസിപ്ഷ്യൻറ്റ് consists of 2 or more taxable supplies of goods or services or both or any combination thereof which are naturally bundled and supplied in conjunction with each other in ordinary course of business. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുക, അതിൽ ഒരുപാട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മെഷീൻ നമ്മളൊരാൾക്ക് സപ്ലൈ ചെയ്തു എന്ന് കരുതാം. ഒരു മെഷീൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെഷീൻ സപ്ലൈ ചെയ്ത് അതിന് 2 ഭാഗങ്ങളുണ്ട്. ഇതിന് വേറൊരു GST, ഇതിന് വേറൊരു GST ആണ്. ഇത് നാച്ചുറലി നമ്മളെന്താണ് അങ്ങനെ കൂട്ടിച്ചേർത്തിട്ടേ സപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ. ഇതിനാണ് നമ്മളെന്ത് പറയുക, കോമ്പോസിറ്റ് സപ്ലൈ. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ്. നാച്ചുറലി എന്താണ് ബോണ്ടഡ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, മിക്സഡ് സപ്ലൈ ആണ്. ഇറ്റ് മീൻസ് 2 or more individual supplies or goods or service made in conjunction with each other by a taxable person for a single price. ഒരു സിംഗിൾ പ്രൈസിനാണ് കൊടുക്കുക. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണേ. ഇവിടെ സിംഗിൾ പ്രൈസ് എന്ന വാക്ക് പറഞ്ഞില്ല, അത് നോട്ട് ചെയ്യുക. വേർ സച്ച് സപ്ലൈ ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോമ്പോസിറ്റ് സപ്ലൈ അല്ലാത്തതാണ് മിക്സഡ് സപ്ലൈ. അതുവരെ പഠിച്ചു വെച്ചാൽ അതിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി കണ്ടിന്യൂസ് സപ്ലൈ എന്താണ്? കണ്ടിന്യൂസ് സപ്ലൈസ് ഓഫ് 2 types which is continuous supply of goods and continuous supply of services. അതായത് ഒരു സാധനം നമ്മൾ എന്താണ് നിരന്തര സപ്ലൈ, നമ്മൾ വീട്ടിലൊരു മാഗസീൻ വരുന്നതിൻ്റെ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ആണ്, അതല്ലേ, നിരന്തരം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് സപ്ലൈ. അപ്പോൾ അതും ഇതുവരെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് 3 എന്ത് ബേസ്ഡ് ഓൺ കോമ്പിനേഷനിൽ ദർ ഇസ് കോമ്പോസിറ്റ് സപ്ലൈ, ദെൻ ദർ ഇസ് മിക്സഡ് സപ്ലൈ. എ കോമ്പോസിറ്റ് സപ്ലൈ ആണ്. ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ എ കോമ്പോസിറ്റ് സപ്ലൈ, ബി മിക്സഡ് സപ്ലൈ, സി എന്താണ് കണ്ടിന്യൂസ് സപ്ലൈ ആണ്. ഇനി ബേസ്ഡ് ഓൺ റിസീപ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻവേർഡ് സപ്ലൈ ഉണ്ട്, ഔട്ട്വേർഡ് സപ്ലൈ ഉണ്ട്. It means the reception of goods or service or both, whether by purchase, acquisition or any other means, with or without consideration. Purchase ചെയ്യുന്ന ആളാണ് ഇൻവേർഡ് സപ്ലൈ. ഔട്ട്വേർഡ് സപ്ലൈ എന്നാണ് ഇറ്റ് മീൻസ് വെദർ ബൈ സെയിലാണ്, സെയിൽ ചെയ്യുമ്പോഴാണ് ഔട്ട്വേർഡ് സപ്ലൈ. അപ്പോൾ ബേസ്ഡ് ഓൺ റിസീപ്ഷൻ വരുമ്പോൾ ദർ ഇസ് ഇൻവേർഡ് സപ്ലൈ. ഇൻവേർഡ് സപ്ലൈ മീൻസ് വി ആർ ദ റെസിപ്ഷൻ, വി ആർ ബൈയിങ് ദ പ്രൊഡക്റ്റ്. ഔട്ട്വേർഡ് സപ്ലൈ എന്നാണ് വി ആർ സെല്ലിംഗ് ദ പ്രൊഡക്റ്റ്. അതുകൊണ്ട് എന്താണ് അത് പുറത്തേക്ക് പോവുക ചെയ്യുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 67. ഇത് സെക്ഷൻ 2 സബ്സെക്ഷൻ 83. ഇനി ബേസ്ഡ് ഓൺ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്താണ് എക്സംപ്റ്റ് സപ്ലൈ ഉണ്ട്. എന്താണ് എക്സംപ്റ്റ് സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ് ഇസ് വൺ വിച്ച് അട്രാക്ട്സ് നിൽ റേറ്റ് ഓഫ് ടാക്സ്. അത് വരെ പഠിച്ചു വെച്ചാൽ മതി. ഒരു ടാക്സ് വരാത്ത സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്നാണ് അത് എക്സംപ്റ്റ് സപ്ലൈ ആണ്. 0 റേറ്റഡ് സപ്ലൈ എന്നാണ്. ഇറ്റ് മീൻസ് എക്സ്പോർട്ട് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഫോർ ടു എ സ്പെഷ്യൽ എക്കണോമിക് സോൺ. 0 റേറ്റഡ് സപ്ലൈ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് നമ്മൾ ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുന്നതാണ്. നോൺ ടാക്സബിൾ സപ്ലൈ എന്നാണ്. നോൺ ടാക്സബിൾ സപ്ലൈ ഇസ് ദ സെയിൽ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ് വിച്ച് അട്രാക്ട്സ് നിൽ റേറ്റ് ഓഫ് ടാക്സ്. അത് ടാക്സ് വരാത്ത തന്നെയാണ്. സിമിലർ ടു എക്സംപ്റ്റ് സപ്ലൈ തന്നെയാണ്. ടാക്സബിൾ സപ്ലൈ എന്നാണ് ടാക്സ് വരുന്നത്. GST അടയ്ക്കേണ്ട സപ്ലൈനാണ് ടാക്സബിൾ സപ്ലൈ എന്ന് പറയാം. അപ്പോൾ ഇതാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താണ് ഇവിടെ സ്റ്റേറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് സപ്ലൈ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഉണ്ട്, ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ ഉണ്ട്, അതേപോലെ ബേസ്ഡ് ഓൺ റിസീപ്ഷൻ, അതേപോലെ ബേസ്ഡ് ഓൺ ടാക്സ് ട്രീറ്റ്മെൻറ്റ്. അതിലൊക്കെ ഓരോന്നിനും 3-4 പോയിന്റുകൾ വരുന്നുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കണം. അത് ചിലപ്പോൾ essay ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഇനി സ്കോപ്പ് ഓഫ് സപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് സപ്ലൈൻ്റെ സാധ്യതകൾ എന്താണ്? സപ്ലൈ ഗുഡ്സിനും സർവീസിനും വരും. സപ്ലൈക്ക് ഒരു കൺസിഡറേഷൻ വേണം. സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണ്. സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സ്. ഇത് ഈ പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. സ്കോപ്പ് ചോദിക്കുകയാണെങ്കിൽ, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ അത് മതി. പിന്നെ എന്താണ് ഇറ്റ് ഷുഡ് ബി മെയ്ഡ് വിത്തിൻ ടാക്സബിൾ ടെറിട്ടറി ആണ്. അപ്പോൾ ഗുഡ്സിനും സർവീസിനും ബാധിക്കും എന്നുള്ളത് എന്താണ് അത് നോക്കി വെക്കുക. എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹാവ് ബീൻ ഡിഫൈൻഡ് ഇൻ GST law. സെക്യൂരിറ്റീസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് ഗുഡ്സ് ആസ് വെൽ ആസ് ഇൻ സെക്യൂരിറ്റി സർവീസസ്. അതായത് നമ്മുടെ സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, നമ്മൾ ഷെയർ വാങ്ങുക, ഡിബഞ്ചർ വാങ്ങുക, അത് സപ്ലൈയിൽ വരുന്നതല്ല, അത് വേറെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അതിനെന്താണ് ഈ പറഞ്ഞ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൽ പെടുത്തുന്നില്ല. അതല്ലാത്തൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസാണ്. പിന്നെ ഡീംഡ് സപ്ലൈനെ കുറിച്ചിട്ടാണ്. എന്താണ് ഡീംഡ് സപ്ലൈ? ലിസ്റ്റ് ഓഫ് ഫ്യൂ ആക്ടിവിറ്റീസ് വിച്ച് ആർ ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. അതായത് ചില ആക്ടിവിറ്റീസിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡീംഡ് സപ്ലൈ എന്ന് പറയാം. അത് നോക്കി വെക്കുക. ട്രാൻസാക്ഷൻ ഡീംഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഏതിനൊക്കെയാണ് നമ്മൾ ഡീംഡ് സപ്ലൈ ആയിട്ട് കരുതുന്നത്? എനി ട്രാൻസ്ഫർ ഓഫ് ദ ടൈറ്റിൽ ഇൻ ഗുഡ്സ് ഇൻ എ സപ്ലൈ ഓഫ് ഗുഡ്സ്. എനി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് അണ്ടർ എ അഗ്രിമെൻറ്റ് വിച്ച് സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് വിൽ പാസ്
at a future date upon the payment of full consideration. ഹയർ പർച്ചേസിനെ ഡീംഡ് സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുക. നമ്മളിപ്പോൾ തൽക്കാലം ഒരു സാധനത്തിൻ്റെ എന്താണ് ഉടമസ്ഥാവകാശം മാത്രമേ കൊടുക്കുന്നുള്ളൂ, സാധനം ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല, അത് സപ്ലൈ ആയിട്ടാണ് പരിഗണിക്കുക. പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. നമ്മളെ കയ്യിൽ എന്തെങ്കിലും അസറ്റ് വേറെ ആൾക്ക് വെറുതെ കൊടുക്കുന്നവർ കൊടുത്താലും അത് സപ്ലൈ ആയിട്ട് കണക്കാക്കും. ബിസിനസ് അസറ്റ് കേട്ടോ. സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ഓർ ബോഡി ഓഫ് പേഴ്സൺ ടു എ മെമ്പർ. അതായത് എന്താണ് ഒരു ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ, കമ്പനി പോലുള്ള അസോസിയേഷൻ അവരുടെ ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെന്താണ് ഡീംഡ് സപ്ലൈ ആയിട്ട് പരിഗണിക്കും. ഇനി ഡീംഡ് സപ്ലൈ ഓഫ് സർവീസ് എന്താണ് ലൈസൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പോയിന്റ് ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ഓഫ് ഓർ അൺഡിവൈഡഡ് ഷെയർ ഇൻ ഗുഡ്സ് വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ. ഇനി ലീസ്, ടെനൻസി, ഈസ്മെൻറ്റ്, ലൈസൻസ് ടു ഒക്യുപ്പൈ ലാൻഡ് ഒക്കെ ഡീംഡ് സപ്ലൈ ആണ്. എനി ലീസ് ആൻഡ് ഓർ ലെറ്റിംഗ് ഔട്ട് ബിൽഡിംഗ് ടു എ ഫോർ ബിൽഡിംഗ് ബിസിനസ് ഓർ കോമേഴ്സ് ഐദർ ഹോൾലി ഓർ പാർഷ്യലി. അതായത് ലെറ്റ് ഔട്ട് ചെയ്യുക, റെൻറ്റ് കൊടുക്കുന്നതൊക്കെ ഡീംഡ് സർവീസിൽ വരുന്നതാണ്. ബിൽഡിംഗ് ആവാം, ബിസിനസ്സിന് വേണ്ടിയിട്ടാവാം. എനി ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ് അപ്ലൈഡ് ഓൺ അനദർ പേഴ്സൺസ് ഗുഡ്സ്. പിന്നെ എന്താണ് എനി ബിസിനസ് അസറ്റ്. അപ്പോൾ ഇതിലൊരു 5 പോയിന്റ് പഠിച്ചു വെക്കാം. പിന്നെന്താ വരുന്നത് വർക്ക് കോൺട്രാക്ട്സ് ആണ്. അതിൽ സപ്ലൈ ഫോർ കൺസിഡറേഷൻ ആസ് സ്പെസിഫിക്കലി ബീൻ ഡിഫൈൻഡ് ഇൻ CGST ആക്ടിലാണ് കൺസിഡറേഷനെ കുറിച്ചിട്ട്. നമ്മളൊരു സാധനം വിൽക്കണ നേരത്തെ നമുക്ക് കിട്ടുന്നത് അതിന് ബദലായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നത് എന്താണ്, ചിലപ്പോൾ അധികം രൂപയായിരിക്കാം, അല്ലെങ്കിൽ ബദലായിട്ട് വേറെ എന്തെങ്കിലും എന്താണ് എക്സ്ചേഞ്ച് എന്തെങ്കിലും കിട്ടുമല്ലോ, അതിനാണ് കൺസിഡറേഷൻ എന്ന് പറയാം. അത് മണി ആവാം ഓർ ഇൻ കൈൻഡ് ആവാം. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതി വെക്കുക. പിന്നെന്താണ് സപ്ലൈ മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. അത് ഷെഡ്യൂൾ 1 പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 1 അല്ലെങ്കിൽ എന്താണ് CGST ആക്ടിൽ ഷെഡ്യൂൾ 1 സപ്ലൈ ഒരു കൺസിഡറേഷനും ഇല്ലാതെ അടയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അതെന്താണ് പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ് ആണ് ഒന്ന് പറയുന്നത്. പിന്നെ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് റിലേറ്റഡ് പേഴ്സൺസ് ഓർ ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് ആസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 25. ചില എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പേഴ്സൺസിന് നമ്മൾ എന്തെങ്കിലും ഗുഡ്സും സർവീസും വെറുതെ കൊടുക്കുകയാണെങ്കിലും എന്താണ് സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ എ പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ്. അതായത് ഒരു ഏജൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരാൾ നമുക്ക് ഇടയിലുണ്ടെങ്കിൽ, ഇടനിലക്കാരുണ്ടെങ്കിൽ അയാൾക്ക് ആ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, അയാൾ എന്തെങ്കിലും ഗുഡ്സ് കൊടുക്കുകയാണെങ്കിൽ അത് സപ്ലൈ ആയിട്ട് പരിഗണിക്കും, അതിന് കൺസിഡറേഷൻ ഇല്ലെങ്കിലും. ബൈ എൻ ഏജൻറ്റ് പ്രിൻസിപ്പളിന് കൊടുത്താലും അങ്ങനെ പരിഗണിക്കും. ഇമ്പോർട്ട് ഓഫ് സർവീസ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. അത് ടാക്സബിൾ പേഴ്സൺ സർവീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴെന്നാണ് അത് സപ്ലൈ ആയിട്ട് പരിഗണിക്കും. അത് നോക്കി വെക്കുക. പിന്നെ സപ്ലൈ ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി, കാര്യമായില്ല, അങ്ങനെ അങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. ബിസിനസ്സിനായിട്ട് വേണ്ടി വരുന്ന സപ്ലൈ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നതാണ് പറയുന്നത്. ഇനി സപ്ലൈ ബൈ എ ടാക്സബിൾ പേഴ്സൺ ആണ്. ടാക്സബിൾ പേഴ്സൺ എന്താണെന്ന് ചോദിക്കുക. ടാക്സബിൾ പേഴ്സൺ ഉണ്ട് GST ഈസ് എ പേഴ്സൺ ഹു ക്യാരീസ് ഓൺ എനി ബിസിനസ് അറ്റ് എനി പ്ലേസ് ഇൻ ഇന്ത്യ ഹൂ ഈസ് രജിസ്റ്റേർഡ് ഓർ റിക്വയർഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ GST ആക്ട്. അപ്പോൾ ആരാണ് ടാക്സബിൾ പേഴ്സൺ? അതായത് ഒരു ബിസിനസ് ഇന്ത്യയിൽ നടത്തുന്ന ഒരാൾ, അയാൾ എന്താണ് ഒന്നുകിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും നാളെന്താണ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആൾ GST ആക്ടിൽ, അല്ലെങ്കിൽ എന്താണ് GST രജിസ്ട്രേഷൻ ഉള്ള ആൾ. അപ്പോൾ GST രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ കാണാറുണ്ട് കടകളുടെ മുമ്പിൽ. അപ്പോൾ അത് അല്ലെങ്കിൽ അതിലിപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ട ആളാണ്, കാരണം അയാൾ എന്താണ് ആ ഒരു ബിസിനസ് ഇവിടെ ചെയ്യുന്നുണ്ട്, GST രജിസ്റ്റർ ചെയ്യാൻ അർഹതപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് പറയാം ടാക്സബിൾ പേഴ്സൺ എന്ന് പറയാം GST ആക്ട് പ്രകാരം. ഓക്കെ, അത് നോക്കി വെക്കുക. ഇനി ഡെഫിനിഷൻ ഓഫ് ടാക്സബിൾ പേഴ്സൺ എന്താണ്? The term person has been defined under section 2 subsection 73 of the GST Act. സെക്ഷൻ 2 സബ്സെക്ഷൻ 73 GST ആക്ടിൽ ടാക്സബിൾ പേഴ്സണെ കുറിച്ച് പറയുന്നത്. അതൊരു ഇൻഡിവിജ്വൽ ആവാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം, കമ്പനി ആവാം, പാർട്ണർഷിപ്പ് ഫേം ആവാം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആവാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം, എനി കോർപ്പറേഷൻ ആവാം അണ്ടർ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ പ്രൊവിൻഷ്യൽ ആക്ട് ഓർ എ ഗവൺമെൻറ് കമ്പനി ആവാം. പിന്നെ എനി ബോഡി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദ ലോസ് ഓഫ് ദ കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ എന്താണ് നിയമപ്രകാരം ഉണ്ടാക്കിയ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ അതും എന്താണ് ഇസ് എ പേഴ്സൺ ഷുഡ് ബി എ ടാക്സബിൾ പേഴ്സൺ. അതായത് എന്താണ് ടാക്സ് അടയ്ക്കാൻ GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ എനി ലോക്കൽ അതോറിറ്റി, ഗവൺമെൻറ്, സൊസൈറ്റീസ് ആക്ട് 1960 സൊസൈറ്റി. പിന്നെ എന്താണ് ട്രസ്റ്റ് എന്താണ്, അതേപോലെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഒരു GSTൻ്റെ ഡെഫിനിഷൻ ഓഫ് ടാക്സബിൾ പേഴ്സണിൽ വരുന്നതാണ്. അത് പഠിച്ചു വെക്കണേ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദ ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ് വിൽ ബി ലയബിൾ ടു പേ GST. അതായത് താഴെ പറഞ്ഞ ആൾക്കാർ എന്താണ് GST അടയ്ക്കാൻ ലയബിളാണ്. ദ പേഴ്സൺസ് രജിസ്റ്റേർഡ് അണ്ടർ GST ആൻഡ് മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ, അവർ GST അടയ്ക്കണം. പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ GST റിക്വയർഡ് ടു മേക്ക് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. പിന്നെ എന്താണ് ഇ-കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ് GST അടയ്ക്കണം. പേഴ്സൺസ് രജിസ്റ്റേർഡ് അണ്ടർ GST ആൻഡ് റിക്വയർഡ് ടു ഡിഡക്ട് TDS, ഇ-കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ചെയ്യണം.
ഇനി എന്താണ് ടാക്സബിൾ സപ്ലൈ? ഫോർ എ സപ്ലൈ ടു അട്രാക്ട് GST ദ സപ്ലൈ മസ്റ്റ് ബി ടാക്സബിൾ. അതായത് നമ്മൾ കണ്ടല്ലോ, അപ്പോൾ സപ്ലൈ എന്താണെന്ന് കണ്ടു. സപ്ലൈ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതിന് വേണ്ടി ടാക്സബിൾ ആക്കണം. അപ്പോൾ എന്താവുള്ളൂ, പിന്നെ അതിന് ടാക്സ് കിട്ടുള്ളൂ. ടാക്സ് നമ്മൾ ലെവി ചെയ്യാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ. സോ ടാക്സബിൾ സപ്ലൈ ഹാസ് ബീൻ ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ് ആൻഡ് means any supply of goods or service or both which is leviable to tax under the act. Exemptions may be provided to the specified goods or services or to a specified category of persons. അതൊന്ന് നോട്ട് ചെയ്യുക. സപ്ലൈ ഓഫ് ടാക്സബിൾ ടെറിട്ടറി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സ്പെസിഫിക് എക്സ്ക്ലൂഷൻസ് പറയുന്നുണ്ട്. അതായത് നമ്മൾ ചില ആൾക്കാരെ സപ്ലൈ ചെയ്യുന്നതാണ് ഒഴിവാക്കും. ഒരു കോർട്ടിൻ്റെയും ട്രിബ്യൂണലിൻ്റെയും സർവീസൊക്കെ എന്നാണ് ടാക്സബിൾ അല്ല, അത് GST അടയ്ക്കേണ്ട. സർവീസ് ബൈ എൻ എംപ്ലോയി ടു ദ എംപ്ലോയർ ഇൻ കോഴ്സ് ഓഫ് റിലേഷൻ ടു ഹിസ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്തല്ല, അത് ടാക്സബിൾ അല്ല. അത് നമ്മൾ പിന്നെ ഇനി ഇൻകം ടാക്സ്, അതിന് സാലറീൻ്റെ ടാക്സ് അടയ്ക്കുക ചെയ്യാം. പിന്നെ ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട. ഡ്യൂട്ടീസ് അണ്ടർ ദ എനി പേഴ്സൺ, ചെയർമാനോ മെമ്പറോ ഡയറക്ടറോ ബോഡിയൊക്കെ എന്നാണ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടല്ലോ വരുന്ന ആൾക്കാരൊന്നും ചെയ്യുന്ന സർവീസ് എന്തല്ല, ടാക്സബിൾ സപ്ലൈ അല്ല. പിന്നെ ഫ്യൂണറൽ സർവീസസ്, ബറിയൽസ്, ക്രെമറ്റോറിയം, മോർച്ചറി ഒന്നും എന്താണ് ടാക്സബിൾ അല്ല. സെയിൽ ഓഫ് ലാൻഡ് ടാക്സബിൾ സപ്ലൈ അല്ല. സെയിൽ ഓഫ് ബിൽഡിംഗ് ടാക്സബിൾ സപ്ലൈ അല്ല. അപ്പോൾ അതിന് നമ്മൾ വേറെ ഇതാ കൊടുക്കുക. അതിന് നമ്മൾ എന്താണ് എന്തായാലും മറ്റേ സ്റ്റാമ്പ് പേപ്പർ വാങ്ങണമല്ലോ, അപ്പോൾ അതിനെക്കൊണ്ട് ഇത് സപ്ലൈൻ്റെ ഭാഗത്തിലേക്ക് കൂട്ടിയില്ല. പിന്നെ ആക്ഷനബിൾ ക്ലെയിംസ്, ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് ഒന്നും ഇതല്ല, ടാക്സബിൾ സപ്ലൈ അല്ല. അപ്പോൾ അത് വേറെ തന്നെ ഒരു ഇൻകായിട്ട് പരിഗണിക്കുക ചെയ്യാം. പിന്നെ ടൈം ഓഫ് സപ്ലൈ ആണ്. ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻസ് വെദർ ലയബിലിറ്റി ടു പേ ടാക്സ് വുഡ് അറൈസ്. എപ്പോഴാണ് ലയബിലിറ്റി ഓഫ് ടാക്സ് വരിക എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ടൈം ഓഫ് സപ്ലൈ വരുന്നത്. ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ആൻഡ് ഡിസ്ചാർജ് ടാക്സ് ലയബിലിറ്റി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദ ഡേറ്റ് വെൻ ദ ടാക്സ് ലയബിലിറ്റി അറൈസ്. എപ്പോഴാണ് ടാക്സ് ലയബിലിറ്റി വരുന്നതെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇൻ GST ലോ ഇറ്റ് ഈസ് നോൺ ആസ് ടൈം ഓഫ് സപ്ലൈ. ഇതിനെയാണ് ടൈം ഓഫ് സപ്ലൈ, ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ എന്താണ് ഈ സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, GST. സെയിൽസ് ടാക്സ്, ദ ലയബിലിറ്റി ടു പേ സെയിൽസ് ടാക്സ് ജനറലി അറൈസസ് വെൻ ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ടേക്ക് പ്ലേസ് ഫ്രം സെല്ലർ ടു ബയർ. സെയിൽസ് ടാക്സ് നമ്മളെപ്പോൾ അടയ്ക്കാന്ന് വെച്ചാൽ നമ്മളെന്താണ് ഒരു കടയിൽ പോയിട്ട് നമ്മൾ സാധനം ഒരു ബയർ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴാണ് സെയിൽസ് ടാക്സ് അടയ്ക്കേണ്ടത്. എക്സൈസ് ഡ്യൂട്ടി എപ്പോഴാണ് അടയ്ക്കുക? അതായത് എക്സൈസ് ഡ്യൂട്ടി ഈസ് ലെവിയബിൾ ഓൺ ദ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് ആണ്. എക്സൈസ് ഡ്യൂട്ടി ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്, ബട്ട് ഇറ്റ് ഈസ് പേയബിൾ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി. എപ്പോൾ ആ ഗുഡ്സ് ഉണ്ടാക്കുന്ന നേരത്തെ അടയ്ക്കേണ്ട, അത് ഫാക്ടറിയിൽ നിന്ന് ഗുഡ്സ് ഒഴിവാക്കുമ്പോഴാണ് എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കുക. ഇനി GST, the point of time when the tax would be payable under the transaction would not be determined with reference to transfer of ownership or any other criteria, but with reference to the provisions time of supply. GSTയുടെ ടൈം ഓഫ് സപ്ലൈ ആണെന്ത് ടാക്സ് അടയ്ക്കാൻ നോക്കുക. അത് മൂന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ടൈം ആൻഡ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണ്. അത് ആസ് പെർ സെക്ഷൻ 31 ഓഫ് ദ CGST ആക്ട്, ആൻഡ് ഇൻവോയ്സ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് needs to be issued before or at the time of removal of goods for supply to the recipient where the supply involves movement of goods. ഇതുവരെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. അതായത് നമ്മൾ ഗുഡ്സ് എന്നാണ് റിമൂവ് ചെയ്യുമ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഒഴിവാക്കുന്ന നേരത്തെ എന്തായിരിക്കണം, അതിന് കൃത്യമായിട്ട് ഇൻവോയ്സ് ബില്ല് അടിക്കണം എന്നാണ് പറയുന്നത്. ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഫോർ സപ്ലൈ ആണ്. ഡിറ്റർമിൻ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അത് 4 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്താണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അണ്ടർ ഫോർവേഡ് ചാർജ്. അപ്പോൾ ഫോർവേഡ് ചാർജിൽ എന്താണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്നാണ് പറയുന്നത്. പിന്നീട് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അണ്ടർ റിവേഴ്സ് ചാർജ്, ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് വൗച്ചേഴ്സ്, റെസീഡറി ക്ലോസ്. അപ്പം ടൈം ഓഫ് സപ്ലൈന് 4 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 4 പോയിന്റുകൾ ഇതാണ്. സോ ഇൻ ഹൗ മെനി എന്താണ് കാറ്റഗറൈസ് ടൈംസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ 4 പോയിന്റ് എഴുതേണ്ടത്. അതിൽ തന്നെ ഈ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അണ്ടർ ഫോർവേഡ് ചാർജിൽ പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് ആണ്. അതിൽ ദ ലയബിലിറ്റി ടു പേ CGST ആൻഡ് SGST ഷാൽ അറൈസ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഏർലിയസ്റ്റ് ഇൻ ദ ഫോളോയിങ് ഷാൽ ബി ദ ടൈം ഓഫ് സപ്ലൈ when the goods are moved, if the goods are to be moved, when the goods made available to the recipient, when goods not to be moved, at the time of issue of invoice, at the time of receipt of payment, when the recipient shows the receipt of goods in his books of account. അതായത് ഗുഡ്സ് പോവുകയെന്ന് കണക്കാക്കുന്ന ഒന്ന്, ഗുഡ്സ് കൃത്യമായിട്ട് മൂവ് ചെയ്യുന്ന നേരത്ത് വണ്ടിയിൽ നമ്മൾ അയക്കുമ്പോൾ ഈ GST അടയ്ക്കാം. അല്ലെങ്കിൽ എന്താണ് ഗുഡ്സ് റിസീപ്ഷന് കിട്ടുന്ന നേരത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻവോയ്സ് കാണുമ്പോൾ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് അത് റിസീപ്ഷൻ്റെ ബുക്കിൽ നമ്മൾ റെസീറ്റ് ബുക്കിൽ അത് എഴുതി വെക്കണ നേരത്ത്. അപ്പോൾ മൂവ്മെൻറ്റ് കണക്കും സപ്ലൈ നടക്കുന്നതായിട്ട് നമ്മൾ പരിഗണിക്കും. ഈ കേസസ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഗുഡ്സ് മൂവായിട്ട് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് നടന്നിട്ടുണ്ട്, അതെന്താണ് ടാക്സ് സപ്ലൈ ഓഫ് ഗുഡ്സ് നടന്നിട്ടുണ്ട് നമ്മൾ പരിഗണിക്കും. അത് ടാക്സബിൾ ആണോ നോക്കും. ഓക്കെ,
അപ്പോൾ അതെന്താണ് ഇവിടെ ഒരു കണക്കായിട്ട് കൊടുത്താൽ അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ അതൊന്നും ചോദ്യങ്ങൾ ആയിട്ടൊന്നും വരില്ല. പിന്നെ എന്താണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എങ്ങനെ കണക്കാക്കുക? സക്സസീവ് സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് വേണം. കണ്ടിന്യൂസ് സപ്ലൈ നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മൾ വരിസംഖ്യകളൊക്കെ അടയ്ക്കുന്ന സാധനങ്ങൾ വരുമ്പോൾ അതിന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് വേണം. പിന്നെ എന്താണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സും വേണം അതിന്. ഇൻ കേസ് ഓഫ് ഗുഡ്സ് സെൻഡ് ഫോർ അപ്രൂവൽ ആണെങ്കിൽ എന്താണ് അറ്റ് ദ ടൈം ഓഫ് അപ്രൂവൽ ഓർ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ ആണ്. അപ്പോൾ ഗുഡ്സ് നമ്മൾ അയച്ചിട്ടുണ്ട്, അതിന് അപ്രൂവൽ കിട്ടിയാലേ സപ്ലൈ ആയിട്ട് കണക്കാക്കുള്ളൂ, ആൾ വാങ്ങുള്ളൂ. സാധനം അയച്ചിട്ടുണ്ട്, അപ്പോൾ വാങ്ങണമെങ്കിൽ ഒന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ സപ്ലൈ ആയിട്ട് കണക്കാക്കും. അല്ലെങ്കിൽ എന്താണ് അത് നമ്മൾ അയച്ചു കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ എന്താണ് അതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കും. അപ്പോൾ അതാണ് ഈ പറയുന്ന നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അണ്ടർ ഫോർവേഡ് ചാർജിൽ വരുന്ന ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് വരുന്നത്. ഈ ഫോർവേഡ് ചാർജ് തന്നെ നെക്സ്റ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. അതൊരു 3 പോയിന്റ് നോക്കി നോക്കാം. അതായത് ദ ലയബിലിറ്റി ടു പേ CGST ആൻഡ് SGST ഷാൽ അറൈസ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്. ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഷാൽ ബി ഡേറ്റ് ഓഫ് ഇഷ്യൂ or receipt of payment whichever is earlier if the invoice is issued in prescribed time, the date of completion of service or receipt of payment whichever is earlier if the invoice is not raised in prescribed time with the above said clause. ഈ 3 പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക ടൈം ഓഫ് സപ്ലൈയിൽ. ഓക്കെ, അപ്പോൾ എന്നാണോ ഇത് കൊടുത്ത് ഇൻവോയ്സ് കിട്ടിയത്, എന്താണ് ഇൻവോയ്സ് കൊടുത്തില്ലെങ്കിൽ എന്താണ് സർവീസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് വേർ ദ അബവ് സെറ്റ് ക്ലോസ് ഡസ് നോട്ട് അപ്ലൈ ആകുമ്പോൾ എന്താണ് ദ റിസീപ്ഷൻ ഷോസ് ദ റെസീറ്റ് കാണിക്കുകയാണെങ്കിലും സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നതാണ്. ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് അതെന്താണ് ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ആസ് പെർ കോൺട്രാക്റ്റ് ആണ്. ഇൻവോയ്സ് വേണം. പിന്നെ എന്താണ് ഇനി പേയ്മെൻറ്റ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഓർ റെസീറ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് ഇസ് ഏർലിയർ ആണ്. വെറുതെ പേയ്മെൻറ്റ് ഇസ് ലിങ്ക്ഡ് ഇൻ ടു കംപ്ലീഷൻ സം എവൻ്റ് ആണ്. അപ്പോൾ ഇത് 3 പോയിന്റുകൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, വായിച്ച് വെച്ചാൽ മതി. പിന്നെ ടൈം ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഓഫ് ഗുഡ്സ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കാം. ഇതിലേക്കൊന്നും അധികം നമ്മൾ പോണ്ട. ഈ 4 പോയിന്റുകൾ നന്നായിട്ടൊന്ന് വായിച്ച് വെക്കുക. മറ്റേതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ ടൈം കളഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഞാൻ അധികം അതിൽ ഡീറ്റെയിലേക്ക് പോകാത്തത്. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ 4 പോയിന്റുകൾ അതൊന്ന് പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ താഴെ വരികയാണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ചേഞ്ചസ് ഇൻ ടാക്സ് റേറ്റ് ആണ്. കേസ് 1 ഇൻവോയ്സ് ഇഷ്യൂഡ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് റിസീവ്ഡ് ആണെങ്കിൽ ഇവൻറ്റ് ആഫ്റ്റർ ചേഞ്ച് ഇൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ടാക്സ് നോ ആക്ടിവിറ്റി ആണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്നാണ് ഡേറ്റ് ഓഫ് റെസീറ്റ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി ഈ ഒരു ടേബിൾ, അതിലേക്ക് അധികം നമ്മൾ പോകണ്ട. പിന്നെ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അണ്ടർ റിവേഴ്സ് ചാർജ് നമ്മൾ നേരത്തെ കണ്ടതിൽ ദ ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് ഓഫ് ഗുഡ്സ് ഷാൽ ബി ഏർലിയസ്റ്റ് ഇൻ ദ ഫോളോയിങ്: റെസീറ്റ് ഓഫ് ഗുഡ്സ്, പേയ്മെൻറ്റ് ഇസ് മെയ്ഡ്, റെസീറ്റ് ഓഫ് ഇൻവോയ്സ്, ഡെബിറ്റ് ഓഫ് ബുക്സ്. റിവേഴ്സ് ചാർജ് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, വാങ്ങുന്ന ആൾ ആദ്യം അയാൾ ആ ടാക്സ് അടയ്ക്കുക. അപ്പോൾ അങ്ങനെ അയാൾ ടാക്സ് അടയ്ക്കേണ്ട കേസുകളപ്പോൾ വരുന്നത് വെച്ചാൽ അയാൾ ഗുഡ്സ് ടാക്സ് കിട്ടുമ്പോൾ അടയ്ക്കാം. നമുക്കിപ്പോൾ GST കേസ് അറിയാം. GST എങ്ങനെ നമ്മൾ അടയ്ക്കുക? വിൽക്കുന്ന ആളാണ് ആദ്യം ടാക്സ് അടയ്ക്കുക, ഉണ്ടാക്കുന്ന ആളോ വിൽക്കുന്ന ആളോ GST അടയ്ക്കും. നമ്മളത് അതിൻ്റെ ബില്ലിൻ്റെ കൂടെ അവരെന്ത് ചെയ്യും, ആ ടാക്സും കൂടി ഈടാക്കും. നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ അടയ്ക്കുക ചെയ്യുക. ഇവിടെ റിവേഴ്സ് ചാർജിൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഈ വിൽക്കുന്ന ആൾ ഒരിക്കലും GST അടയ്ക്കില്ല, ഫസ്റ്റ് ആളെ അടയ്ക്കുക, വാങ്ങുന്ന ആളെ അടയ്ക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു വിൽക്കുന്ന ആളോ ഉണ്ടാക്കുന്ന ആളോ ആദ്യം GST അടച്ചിട്ട് ആ ബില്ലിൽ ആ പൈസ കൂട്ടിയിട്ട് നമുക്ക് തരിക ചെയ്യുക. റിവേഴ്സ് ചാർജിൻ്റെ കേസിൽ അങ്ങനെയല്ല, വാങ്ങുന്ന ആളെ ഞാൻ ഡയറക്റ്റായിട്ട് ആദ്യം ടാക്സ് അടയ്ക്കാം. ഓക്കെ, അതങ്ങനെ അടയ്ക്കേണ്ട കണ്ടീഷൻസാണ് പറഞ്ഞത്. ഒന്നുകിൽ റെസീറ്റിൻ്റെ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ഗുഡ്സിന് അന്ന് അടയ്ക്കേണ്ടി വരും, സപ്ലൈ ആയിട്ട് പരിഗണിക്കും. ഡേറ്റ് ഓൺ പേയ്മെൻറ്റ് കിട്ടുന്ന അന്നാണ് സപ്ലൈ ആയിട്ട് പരിഗണിക്കും. ചിലപ്പോൾ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ഇൻവോയ്സ്, ഡേറ്റ് ഓഫ് ഡെബിറ്റ് ഇൻ ബുക്സ്, ഇതൊക്കെ വരുന്നുള്ളതാണ്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. പിന്നെന്താണ് സപ്ലൈ ടു വൗച്ചേഴ്സ് ആണ്. വൗച്ചർ ഹാസ് ബീൻ ഡിഫൈൻഡ്. അപ്പോൾ എന്താണ് ഒരു വൗച്ചർ എന്ന് ചോദിക്കട്ടോ ചിലപ്പോൾ എക്സാമിന്. അപ്പോൾ അതിൽ ഇത് അത്യാവശ്യമാണ്, ഇത് പഠിച്ചു വെക്കുക. എ വൗച്ചർ ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ ദ GST ആക്ട് ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ് വേർ ദർ ഇസ് എൻ ഒബ്ലിഗേഷൻ ടു അക്സെപ്റ്റ് it as a consideration on part of consideration for a supply of goods or service or both, and where the goods or service or both to be supplied or the identities of their potential suppliers are either indicated on the instrument itself on in related including terms and conditions to use of such instrument. Vouchers are commonly used for transaction in Indian economy. അപ്പോൾ വൗച്ചർ നമുക്കറിയാം ബില്ലടിക്കുന്നതാണ്. അപ്പോൾ ബില്ലിന് ബില്ല് നമ്മൾ ഗുഡ്സോ സർവീസോ നമ്മൾ നമ്മൾ അതിന് പൈസ കൊടുത്തു എന്ന് സൂചിപ്പിക്കുന്ന അത് ഉറപ്പ് വരുത്തുന്ന ഒരു ഡോക്യുമെൻ്റ് ആണത്. നമ്മളൊരു സാധനം നമ്മളിപ്പോൾ ഡ്രസ്സ് വാങ്ങിയാലൊക്കെ പിന്നെ സാധനം റീപ്ലേസ് ചെയ്യാൻ നമ്മൾ കൊണ്ടുപോവുക, ബില്ല് കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ട് വൗച്ചർ എന്ന് അതിന് പറയാം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അത് ജസ്റ്റ് വായിച്ചു നോക്കുക. പിന്നെ റെസീഡറി ക്ലോസ് ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ
To determine the time of supply under aforesaid provision, the time of supply is due date of return, filing of return in case of periodical return, date of, അതായത് സപ്ലൈ കാണാൻ പറ്റിയില്ലെങ്കിൽ അവസാനം എന്താണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സപ്ലൈ ആയിട്ട് കണക്കാക്കുക, അല്ലെങ്കിൽ ടാക്സ് പേയ്മെൻറ്റ് എന്നതാണ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ടൈം ഓഫ് സപ്ലൈനെ കുറിച്ച് പറയാനുള്ളത്. അതിൻ്റെ ഓരോ പോയിന്റുകളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടൈം ഓഫ് സപ്ലൈ എന്ന് ചോദിക്കുകയാണെങ്കിൽ 4 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്താൽ ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അത് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതല്ല. പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ളതാണ്. അപ്പോൾ അതും എന്താണ്, വാട്ട് യു മീൻ ബൈ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് ചോദിക്കുകയാണ് ഇത് ചെയ്താൽ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ടേം പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ ഡിറ്റർമിനിങ് ദ ടാക്സ് ടു ബി ചാർജ്ഡ് ഓൺ ദ ഇൻവോയ്സ്. GST is the destination based tax, that is the goods and service will be taxed at the place where they are consumed, not at the origin. നമ്മൾ നേരത്തെ കണ്ടു, ഇപ്പോൾ ഒരു സ്ഥലത്ത്, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം എന്താണ്, പണ്ടൊക്കെ ആണെങ്കിൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി കയ്യിൽ അവിടെ വരാം. പക്ഷെ ഇപ്പോൾ എന്താണ്, GST ആയതുകൊണ്ട് ഇവിടെ വന്നിട്ട് കേരളത്തിൽ വരും. കേരളത്തിൽ ആൾക്കാർ വാങ്ങുമ്പോൾ അവിടെയാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ അവിടെയാണെങ്കിൽ അവിടെ നിന്നാണ് എന്ത് ചെയ്യുക, ടാക്സ് പിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് തമിഴ്നാടിന് ഒരു നഷ്ടം വരുന്നുള്ളത്. എന്നാലും അങ്ങനെയാണ് ഇപ്പോൾ അതൊരു കണ്ടീഷൻ. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി അറ്റ് ദ ഡെസ്റ്റിനേഷൻ ആണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. Place of supply of goods under GST defines whether transaction will be occurred as intra-state or interstate. Intra-state or interstate ഒന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാനാണ് പ്ലേസ് ഓഫ് സപ്ലൈ നോക്കുന്നത്. ഇപ്പോൾ നോക്കുക, മഹാരാഷ്ട്രയാണ് സർവീസ് റിസീവർ ഉള്ളത്, പ്ലേസ് ഓഫ് സപ്ലൈ മഹാരാഷ്ട്രയാണ്, നേച്ചർ ഇൻട്രാ-സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് നോക്കാം. പിന്നെ മഹാരാഷ്ട്രയാണ് സർവീസ് റിസീവ് ചെയ്യുന്ന ആൾ, ഇത് സപ്ലൈൻ്റെ പ്ലേസ് കേരളമാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത്, അത് ഇൻ്റർസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇൻട്രാ സ്റ്റേറ്റിൽ നോക്കുമ്പോൾ CGSTയും SGSTയും ആണ് വരിക. ഇത് രണ്ടും കൂടി ചേർത്ത് ഇപ്പോൾ 12% GST എങ്കിൽ 6% CGST വരും, 6% എന്ത് വരും, SGST വരും. ഇത് എന്താണ്, കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്ര, റിസീവർ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്, പ്ലേസ് ഓഫ് സപ്ലൈ കേരളത്തിലാണ്. കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് ഗുഡ്സോ സർവീസോ പോയിട്ടുണ്ടെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ് അല്ലേ. ഇത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്, മഹാരാഷ്ട്രയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്കാണ് പോയത്. ഇത് കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്കാണ്, ഇത് ഇൻ്റർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ IGST വരാം. IGST എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഫുള്ളായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പോകും. അവർ പിന്നെ വീതിച്ചു കൊടുക്കും കേരളത്തിനും മഹാരാഷ്ട്രക്കും. അത് 12% എന്തായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് എടുക്കും, ചെറിയൊരു ശതമാനം അവർ കൈവശം വെക്കുന്നതാണല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഉദാഹരണം ചിലപ്പോൾ ചോദിക്കട്ടോ, ഇൻ്റർ സ്റ്റേറ്റ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈന് പറ്റി. അത് ഇൻ്റർ സ്റ്റേറ്റ് വെച്ചെന്താണ്, ബിറ്റ്വീൻ 2 സ്റ്റേറ്റ് ആണ്. ഇൻട്രാ സ്റ്റേറ്റ് എന്താണ്, സെയിം സ്റ്റേറ്റ് ആണ്. ഇതാണ് ഇൻട്രാ സ്റ്റേറ്റ് കേട്ടോ. അത് ഒന്ന് നോക്കി വെക്കുക. പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്താണ്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസിൻ്റെ കാര്യങ്ങളൊന്ന് ഓടിച്ചൊന്ന് വായിച്ചു വെക്കുക. പിന്നെ അടുത്തൊരു സൈഡിങ് ആണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. പ്ലേസ് ഓഫ് സപ്ലൈൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ പ്ലേസ് ഓഫ് സപ്ലൈ പ്രൊവിഷൻസ് ഇസ് ദാറ്റ് GST ഇസ് ദ കൺസംഷൻ ബേസ്ഡ് ടാക്സ്. അപ്പോൾ GST എന്ന് വെച്ചാൽ കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. എവിടേക്കാണോ ഡെസ്റ്റിനേഷൻ ഉള്ളത് അവിടെയാണ് എന്ത് വരിക, GST വരിക എന്നുള്ളതാണ്. If the location of supplier or of service and place of supply are in same state or union territory, CGST and SGST or UTGST are payable. If the location of supplier or place of supply are in different state or union territory, IGST is payable. നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ, ഒരേ സ്റ്റേറ്റിലാകുമ്പോൾ എന്താണ്, ഇവിടെ കണ്ടതാണ്, ഒരേ സ്റ്റേറ്റിലേക്കാണ് സപ്ലൈയും റിസീവറും ഉള്ളെങ്കിൽ അത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്, അത് CGST SGST ആണ്. ഇവിടെ എന്താണ്, ഇതിപ്പോൾ രണ്ടും പോണ്ടിച്ചേരിയോ എന്ന് കരുതുക. അപ്പോൾ CGSTയും എന്താണ്, UTGST വരും. SGSTക്ക് സ്റ്റേറ്റ് അല്ലല്ലോ, പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറി അല്ലേ. ഇവിടെ കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് പോയപ്പോൾ എന്താണ്, ഇൻ്റർ സ്റ്റേറ്റ് ആണ്, അത് IGST ആണ് വരിക എന്നുള്ളതാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ സപ്ലൈ ഓഫ് സർവീസ് ടു ഓർ ബൈ SS മീൻസ് എന്താണ്, സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്പർ ഓർ എ സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ് ഷാൽ ബി ഡീം ടു ബി സപ്ലൈ ഓഫ് സർവീസസ് ഇൻ കോഴ്സ് ഓഫ് ഇൻ്റർ സ്റ്റേറ്റ്. സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് ഇപ്പോൾ കൊച്ചിയിലൊരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്, കേരളത്തിൽ നമ്മളിപ്പോൾ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺ അല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് കൊച്ചിയിലേക്ക് ആ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് അയക്കുകയാണെങ്കിൽ അതിന് ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡായിട്ട് കണക്കാക്കുക. അപ്പോൾ ഈ ഒരു 4 പോയിന്റ് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ബാക്കി എന്തൊക്കെയാണ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ 4 പോയിന്റ് എഴുതി വെക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ കുറേ ഉദാഹരണങ്ങളാണ്. നിങ്ങളെന്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സാമ്പിൾ 4, റിസീവർ ടേക്സ് ദ ഗുഡ്സ് എക്സ് ഫാക്ടറി. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് സാധനം എടുക്കുന്ന IGST ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് എന്താണ്, UP GST IGST ആണ്. പ്ലേസ് ഓഫ് സപ്ലൈ മഹാരാഷ്ട്രയാണ്. ജസ്റ്റ് ഒരു ചെറിയ ഉദാഹരണങ്ങളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഇങ്ങനെ കൊടുക്കും, ലൊക്കേഷൻ ഓഫ് സപ്ലയർ മഹാരാഷ്ട്ര, റെസിപ്ഷ്യൻ്റ് എന്താണ്, ഒറീസയാണ്, സൈറ്റ് ഓഫ് അസംബ്ലി കേരള ആണ്, പ്ലേസ് ഓഫ് സപ്ലൈ കേരള ആണ്, സപ്ലയർ റെസിപ്ഷ്യൻ്റ് ഒറീസ, അസംബ്ലി ചെയ്യുന്ന സ്ഥലം കേരള ആണ്. പിന്നെന്താണ്, കേരളത്തിനാണ് സപ്ലൈ ചെയ്യുന്നത്, അത് CGST SGST വരിക.
SGST കേരളത്തിന് കിട്ടുക ചെയ്യാം. അപ്പോൾ കേരളമാണ് സപ്ലയർ, മൊത്തം കേരളം വന്നാൽ ഇത് രണ്ടും നോക്കുക. ഇനി ഇത് രണ്ടും നോക്കുക. ഇത് എന്താണ് ഇതും ഒറീസയിൽ നിന്ന് ഒറീസയിലേക്കാണ്. കേരളത്തിൽ നിന്നാണ് സപ്ലയർ വരുന്നത്, റെസിപ്ഷ്യൻ്റ് വരുന്നത് എന്താണ് കേരള. പക്ഷേ ഇവിടെ നോക്കിയാൽ സൈറ്റ് ഓഫ് അസംബ്ലി ഇൻസ്റ്റലേഷൻ ഒറീസയിലുള്ളത്, പ്ലേസ് ഓഫ് സപ്ലൈ ഒറീസയിലുള്ളതെങ്കിൽ ഇവിടെ നോക്കുക കേരള, പിന്നെ തമിഴ്നാടും ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ എന്താണ് ഗുഡ്സ് സപ്ലൈഡ് ഓൺ വെസൽ ഓർ കൺവേയൻസ് ആണ്. വെസൽ മീൻസ് നമ്മുടെ കപ്പലുകളാണ്, കൺവേയൻസ് പ്ലെയിനുകളൊക്കെയാണ്. അപ്പോൾ Mr. Agilesh is traveling from Mumbai to Delhi by air. He purchased coffee and snacks while on plane. The airline is registered in both Mumbai and Delhi. എന്താ സംഭവിക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ മുംബൈ ആണ്, CGST SGST വരിക. ട്രാവലിംഗ് ഫ്രം മുംബൈ ആണ്, മുംബൈയിൽ നിന്ന് അപ്പോൾ CGST വരിക. പ്ലെയിൻ ബിസിനസ് ട്രാവൽ ആണെങ്കിൽ എന്താണ്? നിഖിൽ ഈസ് ട്രാവലിംഗ് ഫ്രം മുംബൈ ടു ചെന്നൈ ബൈ എയർ ഓൺ ബിഹാഫ് ഓഫ് ഹിസ് കമ്പനി ബേസിൽ രജിസ്റ്റേർഡ് ഇൻ ബാംഗ്ലൂർ. ഈ പർച്ചേസസ് ലഞ്ച് ദ എയർലൈൻ രജിസ്റ്റേർഡ് ഈസ് ഇൻ മുംബൈ ആൻഡ് ചെന്നൈ. അപ്പോൾ മുംബൈയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് GST മുംബൈയിലാണ് വരിക, CGSTയും SGSTയും വരിക ചെയ്യുക. പിന്നെ ട്രെയിനിൽ അപ്പോൾ എന്താണ് മിസ്റ്റർ വിഷ്ണു ഈസ് ട്രാവലിംഗ് ഇൻ മാംഗ്ലൂർ ത്രൂ ട്രെയിൻ. ദ ട്രെയിൻ സ്റ്റാർട്ട്സ് അറ്റ് ചെന്നൈ ആൻഡ് സ്റ്റോപ്സ് അറ്റ് സർട്ടൻ സ്റ്റേഷൻസ് ബിഫോർ മാംഗ്ലൂർ. വിഷ്ണു ബോർഡ്സ് ട്രെയിൻ അറ്റ് വടകര. ഈ പ്രോംപ്റ്റ്ലി പർച്ചേസ് ലഞ്ച് ഓൺ ബോർഡ്. ദ ലഞ്ച് ഹാഡ് ബീൻ ബ്രോഡഡ് ഇൻ ചെന്നൈ. അപ്പോൾ ചെന്നൈയിലാണ് വരിക, എവിടെ നിന്നാണോ സപ്ലൈ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് വടകരയിൽ നിന്ന് ഒരാൾ ട്രെയിനിൽ പോവാണ് മംഗലാപുരത്തേക്ക്. അപ്പോൾ ചെന്നൈയിൽ നിന്നാണ് ട്രെയിൻ തുടങ്ങിയത്. ചെന്നൈ വഴി വന്ന് നമ്മൾ കേരളത്തിൽ കൂടെ അങ്ങനെ പാലക്കാട് വഴി വന്നിട്ട് നേരെ കോഴിക്കോട് വഴി പോവാണ്. അങ്ങനെ പോകുന്ന നേരത്ത് ഇയാൾ ട്രെയിനിൽ കയറിയത് വടകരയിൽ നിന്നാണ്. അപ്പോൾ തന്നെ ലഞ്ച് വാങ്ങി കഴിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് എവിടെ GST വരിക? എവിടുന്നാണ് ട്രെയിൻ പുറപ്പെട്ടത്? ചെന്നൈയിൽ നിന്നാണ്. കാര്യം എന്താണ്? അവിടെയാണ് അതിൻ്റെ സപ്ലയർ ഉള്ളത്. അത് ഇനിയിപ്പോൾ എന്താണ് എന്ത് വന്നാലും അതിപ്പോൾ ഓൺ ട്രാവൽ വരുന്ന നേരത്ത് അവിടെ നിന്ന് തന്നെയാണ് അതിന് GSTയും CGST SGSTയും വരിക. ചെന്നൈ GST ആണ്. ഇനി ഇമ്പോർട്ടിൻ്റെ കേസാണ്. മിസ് ഐശ്വര്യ ഇമ്പോർട്ട്സ് സ്കൂൾ ബാഗ്സ് ഫ്രം ചൈന ഫോർ ഹെസ് ഷോപ്പ്. പ്ലേസ് ഓഫ് സപ്ലൈ കേരളയാണ്. അത് IGST വരിക. ചൈനയിൽ നിന്ന് കേരളത്തിലേക്ക് അയച്ചാൽ എന്താണ്? അത് കേരളത്തിലെ GST അല്ല, അത് IGST വരിക. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്? അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വരില്ല? നമുക്ക് GST വരില്ല. ബോംബെയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇമ്പോർട്ട് ചെയ്യുമ്പം IGST ആണ് വരിക. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്? എക്സംപ്റ്റഡ് ആട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മറ്റേതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. സിമ്പിളായൊരു ചാപ്റ്ററാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.